അന്ന് ആ വീട്ടിലൊന്ന് പോയിരുന്നേ കോൺഗ്രസിന്റെ ഒരു പോരാളിയെ നഷ്ടപ്പെടുവായിരുന്നോ? സതീഷ് ഏട്ടാ. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കണ സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉള്ളതാ. ഇപ്പോ ഈ മലക്കം പറഞ്ഞത് ആരാണെന്നല്ലേ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി. ചേട്ടത്തിക്ക് ആരെയും വിശ്വാസമില്ല. ഇനിയിപ്പോ മുണ്ടുടുക്കാനും മലയാളം സംസാരിക്കാനും ഒക്കെ അറിയാവുന്ന ചന്ദ്രേട്ടനെയും മനുഷ്യ സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെയുള്ള സുരേഷ് ഏട്ടനെയും ഒക്കെ മതി ചേട്ടത്തിക്ക്. കോൺഗ്രസ് ആണല്ലോ, അതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല. മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ്. കോൺഗ്രസ് ആണെങ്കിൽ കാരണമില്ലാത്ത കാരണം ഉണ്ടാക്കി ചട്ടിയും പൂവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ പൊക്കിക്കൊണ്ട് വരും. ആ ചൂടങ്ങ് ആറി കഴിയുമ്പോൾ അവരവരുടെ വഴിക്കങ്ങ് പോകും. ഇത് വലിയ പിടിപാടില്ലാതിരുന്ന ചേട്ടത്തിക്കങ്ങ് സഹിക്കുവോ? ചേട്ടത്തിക്ക് കൊണ്ടേ കൊള്ളുക മാത്രമല്ല, ചേട്ടത്തി കൊള്ളിക്കുകയും ചെയ്ത്. ഇതൊക്കെ എന്ത് അല്ല, ഈ KPCC വീടൊക്കെ വെച്ച് കൊടുത്തില്ലായിരുന്നോ ചേട്ടത്തിക്ക്? അല്ല, അതിന് ചേട്ടത്തി പറഞ്ഞോ എനിക്ക് വീടില്ല, നിങ്ങൾ എനിക്ക് വീട് വെച്ച് തരണമെന്ന്? ചേട്ടത്തി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ചേട്ടത്തി അത്രക്കാരി നഹീഹേ. പക്ഷേ വീട് വെച്ച് കൊടുത്തപ്പോ അമ്മേ അതിയായ ചന്തോയായിരുന്നു ചേട്ടത്തിക്ക്. സുധാകരൻ സാറിനോട് വല്ലാത്ത സ്നേഹമൊക്കെ ആയിരുന്നേ. നമ്മളുള്ള വീട് മുഴുവൻ പൊട്ടി വെള്ളം ഒലിക്കുകയായിരുന്നു, സീറ്റ് കൊണ്ട് മെനാറും. ആ സീറ്റെല്ലാം തുള പിടിച്ച് പോയി വെള്ളം മുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടക്കാത്തൊരു വീടാണത്. ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത വീട്. എനിക്ക് ഇത്രയും നല്ലൊരു വീട് വെച്ച് തന്നെ സുധാകരൻ സാറിനോട് ഭയങ്കരമായ അതിയായ സന്തോഷം. ഇപ്പോ സാറ് മാറി, സെക്കൻഡ് ടൈം വേറെയൊക്കെയാണ്. പിന്നെ വീട് വെച്ച് കൊടുത്തത് ആ വീട്ടിലൊന്നും സതീശൻ ചെന്നോ? ഇല്ലല്ലോ. സുധാകരൻ അല്ല, ഈ സതീശൻ ഞങ്ങളുടെ മറ്റവനൊന്നും അല്ല, അങ്ങനെ തന്നെ പറയും. പക്ഷേ സുരേഷ് ഏട്ടൻ ഇതൊന്നും അല്ലാതിരുന്നപ്പോ ചേട്ടത്തിയുടെ പന്ന വീട്ടിൽ പന്ന പായ വന്നിരുന്നിട്ടുള്ളതാ. ആ സുരേഷ് ഏട്ടനാ ചേട്ടത്തിനെ ഇത്രയും വലിയ ആളാക്കിയതും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്തൊക്കെയായിരുന്നു. പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നിന് പിന്നാലെ ഒന്നായി ഓരോ ചട്ടിയും കൊടുത്ത് ഇറക്കി വിട്ടതായിരുന്നു കോൺഗ്രസ്. ആ മേടിച്ച ചട്ടിയുടെ വില അത്രയും വരെ പോയല്ലോ. അവസ്ഥ നോക്കണേ. വീട് വെച്ച് കൊടുത്ത കോൺഗ്രസിന്റെ ഗതികേടേ. അധ്വാനിച്ച ചേട്ടത്തി വീട് വെച്ചത്. ഞാൻ അവരോട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല, വാർത്ത നിങ്ങളെ പോലെയുള്ളവർ കൊടുത്തതാ. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല. എൻ്റെ വീട് നനിയാന്ന് വാർത്ത എറണാകുളം നിന്നൊക്കെ വന്ന ആൾക്കാർ കയറി കണ്ടേട്ടാണ് പറഞ്ഞത്. അവർ തന്നെയാണ് പത്രത്തിൽ ഇട്ടതും. അത് ഇയാളെ സുധാകരനാ എനിക്ക് വീട് പണിത് തരാമെന്ന് പറഞ്ഞാൽ. ഇവരൊന്നും അല്ല, ഇവർക്കൊന്നും 10 പൈസയുടെ മുടക്കില്ല, അടിമാലിക്കാർക്കും ഇല്ല, 200കാർക്കും ഇല്ല. പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് പറഞ്ഞതുപോലെ റോഡിലിറങ്ങിയതല്ലേ ചേട്ടത്തി ചെയ്ത ആ അധ്വാനം. ഇനി ഇലക്ഷൻ വരട്ടെ, അപ്പൊ ചിലതൊക്കെ പറയാനുണ്ടെന്നാണ് ചേട്ടത്തിയുടെ മുന്നറിയിപ്പ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട് ഇവരെ പറ്റി. ഇന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി വോട്ടിൻ്റെ സമയത്താണ് ഇവർ ചെയ്യുന്ന കൊള്ളയെല്ലാം ഞാൻ വിളിച്ചു പറയാം. BJPയുടെ വക ഒരു മന്ത്രിസ്ഥാനം കിട്ടില്ലെന്ന് ആര് കണ്ട്? പ്രധാനമന്ത്രിയെ കാണണമെങ്കിലേ സുരേഷ് ജി തന്നെ വേണം, സുധാകർ ജി പോരാ. ഇതല്ലേ ആദ്യം പറഞ്ഞ അപ്പ കാണുന്നവനെ ഡിയർ എന്ന് വിളിക്കണ പാർട്ടി നയം. ചേട്ടത്തി തന്നെ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയാൻ ഇത്രയൊക്കെ പോരായോ?